ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ആലങ്ങാട് എന്ന ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി പണി തീർത്തിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് ഇത്. ആലങ്ങാട് ജംഗ്ഷനിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും പറവൂർ ടൗണിലേക്ക് 8 കിലോമീറ്ററും ഇടപ്പള്ളി, കളമശ്ശേരി എന്നീ പ്രദേശങ്ങളിലേക്കെല്ലാം വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ പരിസരത്തായി എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ആണ് ഈ വീടിനുള്ളത്. വളരെ മനോഹരമായി പെയിന്റിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല കളർഫുള്ളാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി നല്ല വീതിയുള്ള ഒരു റോഡാണ് കടന്നു വരുന്നത്. ടാറിംഗ് റോഡിൽ നിന്ന് നല്ല വീതിയുള്ള ഒരു ഇൻറ്റേർണൽ റോഡ് കൊടുത്ത് ഒരു റോഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ 99% വർക്കുകളും പൂർത്തീകരിച്ചതാണ്. വീടിന് ഇനി ടൈൽ വർക്കുകൾ, മുറ്റത്തെ ടൈൽ വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ചുറ്റുമതിലാണ് ഈ വീടിനായി കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 സ്റ്റെപ്പുകൾ കൊടുത്ത് വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി വലിയ ഒരു TV യൂണിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിറയെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൻ്റെ സ്ഥാനം ഇവിടെയാണ്. നല്ല വലുപ്പമുള്ള നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഗ്രാനൈറ്റിൻ്റെ കിച്ചൺ ടോപ്പ് കൊടുത്ത് സിങ്ക് കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് വെളിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെയാണ് ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം.
നല്ല വലിപ്പമുള്ള വാൾഡ്രോബുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂമായി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. വാഷ്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിട്ടില്ല, ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും വാൾഡ്രോബുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഈ വാൾഡ്രോബിനകത്തുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിറയെ സ്റ്റോറേജ് ഏരിയയുള്ള വളരെ മനോഹരമായ ഒരു ബെഡ്റൂമാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമായി ലഭിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെയായി പർഗോളകൾ കൊടുത്ത് സൺലൈറ്റ് വീടിനകത്തേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുള്ള പർഗോളകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഫ്രണ്ട് ബാൽക്കണികളിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള പില്ലറുകളും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ വീടിൻ്റെ മുറ്റവും മറ്റു വീടുകളും റോഡും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ബാൽക്കണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ്. ഇവിടെ ഒരു യൂട്ടിലിറ്റി റൂം സെറ്റ് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിനായി സ്റ്റെയർകേസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെയും കിട്ടുന്നുണ്ട്. 3 സെന്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 50 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.